Hey guys, welcome back to our channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു. ടു ബി എ വൺ സ്റ്റോപ്പ് ഗൈഡ് ടു സ്റ്റാർട്ട് ദ യൂട്യൂബ് ചാനൽ ദിസ് ഇയർ. സോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കണ്ടാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. സോ ജസ്റ്റ് ലിസൺ ടു ദ വീഡിയോ. ഗൈസ്, അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി വേണം, വിച്ച് അസിം ടു ബി ഓൾറെഡി ഹാവ്. 99% ആളുകൾക്കും ഈ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡി കൂടെ ആയിരിക്കുള്ളൂ നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുക. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ദ ഫ്രഷ്. നമുക്ക് പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ ഗൂഗിൾ, എന്നിട്ട് ജസ്റ്റ് ഗൂഗിൾ സൈൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് നമ്മുടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കോൾ വെരിഫിക്കേഷൻ, നമ്പർ വെരിഫിക്കേഷൻ ഒക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നെയിമും എല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്ത് ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ അക്കൗണ്ട് വി മസ്റ്റ് ഹാവ് ടു ഡു മീൻസ് നമ്മുടെ യൂട്യൂബിലെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫോട്ടോ കാണണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേറെ ബ്ലാങ്ക് ആയിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ പോലെ എന്തെങ്കിലും കറണ്ട് പോയി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ യൂട്യൂബ് ബാനർ എന്ന് പറയും. അപ്പോൾ ആ ഒരു ബാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് സ്പെഷ്യലായിട്ട് വേറെ ആപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഞാൻ അതിനകത്താണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെയിമും നമ്മൾ എന്ത് കണ്ടൻറ്റാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് അതിനകത്ത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൊടുത്തിട്ടിടാം. പിന്നെ നമ്മുടെ എന്താ പറയണത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ യൂട്യൂബിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു പോസ്റ്റ് എ വീഡിയോ ഓൺ യൂട്യൂബ് ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനകത്തൊരു പ്ലസ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഷോർട്സ്, വീഡിയോസ്, ലൈവ് അങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഷോർട്സ് പിടിച്ച് നിൽക്കിയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഗോ ആൻഡ് അപ്ലോഡ് ടു ദ വീഡിയോ. പിന്നെ നമുക്ക് അതിന് വേണ്ട കറണ്ട് ആയിട്ടുള്ള ഹാഷ്ടാഗ്, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്താണ് ട്രെൻഡിങ് ഹാഷ്ടാഗ് അല്ലെങ്കിൽ വൈറൽ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹാഷ്ടാഗ് ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് ഓഫ് വീഡിയോ നമുക്ക് തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും മസ്റ്റാണ്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിന് വേണ്ട ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളും ജസ്റ്റ് ഒക്കെ ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണത് ജസ്റ്റ് ഫോർ ബിഗിനേഴ്സ് ഓൺലി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ 4000 വാച്ച് ടൈമുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഷോർട്സ് ഡെയിലി 3 വെച്ചൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 3 ആദ്യമേ അപ്ലോഡ് ചെയ്യാം. പിന്നെ വൺസ് ഇൻ എ ഡേ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഡേ എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം. അതുപോലെ തന്നെ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് വാച്ച് അവർ കിട്ടണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ കൂടെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കിട്ടണമെങ്കിൽ നമുക്ക് ഷോർട്സിൽ കൂടെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്തേ പറ്റൂ, എന്നാലേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ പറ്റത്തുള്ളൂ. നമുക്ക് മോണിറ്റൈസ് ആയതിനു ശേഷമാണ് പിന്നെ നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീഡിയോസ് ഇടാം. ഒരു ഷോർട്സും ഒരു വീഡിയോസും ഡെയിലി ഇടാൻ ശ്രമിക്കുക, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 3 ഷോർട്സോ 2 ഷോർട്സോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം മാക്സിമം. ഞാൻ ഷോർട്സിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് സബ് കിട്ടണമെങ്കിൽ നമ്മൾ ഷോർട്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഡെയിലി ഷോർട്സ് ഇടാം, എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മീൻസ് കണ്ടന്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആയിട്ടൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വാച്ച് ടൈം കിട്ടണമെങ്കിൽ വീഡിയോസ് മസ്റ്റാണ്. അപ്പോൾ വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റുന്ന ആൾക്കാർ ഡെയിലി ഇടാൻ, അല്ലെങ്കിൽ മിനിമം ഒരു 3 വീഡിയോ എങ്കിലും ഒരാഴ്ച ഇടാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാം എന്തായാലും.
അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഒരു 2 വീക്സ് ആഫ്റ്റർ നെക്സ്റ്റ് വീഡിയോ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് താഴേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ മാക്സിമം നമ്മൾ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടാലേ നമ്മുടെ ചാനൽ ഗ്രോത്തിന് അത് അഫക്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക, വിച്ച് കാറ്റഗറി വി ആർ ഗോയിങ് ടു ഡു. ഇപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളൊരു ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏതിനകത്താണ് റണ്ണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി നമ്മൾ കൂടുതലിടാം. നമുക്കിപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ഇപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, ഇനിയിപ്പോൾ ബ്യൂട്ടി എന്തെങ്കിലും റിവ്യൂസോ DIY പാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വി മസ്റ്റ് ഹാവ് ടു കാറ്റഗറി വിച്ച് കാറ്റഗറി ഈസ് ഗോയിങ് ഓർ വിച്ച് കാറ്റഗറി ഈസ് റണ്ണിങ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് ഏതിനകത്താണ് കൂടുതൽ വ്യൂസ് വരുന്നതെന്ന് നമ്മൾ നമ്മുടെ വീഡിയോ അന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയത്തുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഇൻഫോർമേറ്റീവ് ടു ഓൾ. സോ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ വരും വരെ ഐ ലവ് യു.